നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ കടലാക്രമണം. ആലപ്പുഴ, തൃശൂർ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ വിവിധ തീരപ്രദേശങ്ങളിലാണ് കടലാക്രമണം ഉണ്ടായത്. ഇതിനു പിന്നാലെ ശക്തമായ തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അപ്രതീക്ഷിതമായ കടൽക്ഷോഭത്തിൽ വെള്ളത്തിനടിയിലായി തിരുവനന്തപുരത്തെ തീരമേഖല. പൊഴിയൂർ, പൂവാർ, കരിങ്കുളം, പുല്ലുവിള, അടിമലത്തുറ എന്നീ മേഖലകളിലെ 200-ൽ പരം കുടുംബങ്ങളെയാണ് കടലാക്രമണം ബാധിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് കടൽ കരയിലേക്ക് കയറാൻ തുടങ്ങിയത്. നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇവിടങ്ങളിൽ ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചു. വെള്ളം കയറാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റാനുള്ള ക്രമീകരണം ഒരുക്കിയതിനാൽ വലിയ അപകടങ്ങൾ ഒഴിവായി. ദുഃഖവേളയും ഈസ്റ്റർ ആഘോഷവും കണക്കിലെടുത്ത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങാത്തതും അത്യാഹിതങ്ങൾ ഒഴിവായി. ആലപ്പുഴയിൽ പുറക്കാട്, വളഞ്ഞവഴി, ചേർത്തല, പള്ളിത്തോട് എന്നീ ഭാഗങ്ങളിലാണ് കടലാക്രമണം ഉണ്ടായത്. പുറക്കാട് രാവിലെ കടൽ ഉൾവെല്ലിഞ്ഞിരുന്നു. ഇവിടെ ചെളിയടിഞ്ഞ അവസ്ഥയായിരുന്നു. തൃശൂരിൽ പെരിഞ്ഞാത്താണ് കടലേറ്റം ഉണ്ടായത്. തിരമാലകൾ ശക്തമായി കരയിലേക്ക് അടിച്ചു കയറി. വെള്ളവും മണ്ണും അടിച്ചു കയറി മത്സ്യബന്ധന വലകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കൊല്ലത്ത് മുണ്ടയ്ക്കലിലാണ് കടലാക്രമണം ഉണ്ടായത്. ഇവിടെയും ശക്തമായ തിരമാലകളും കാറ്റുമാണ് അനുഭവപ്പെട്ടത്. വൈകുന്നേരം 3-ഓടെ തീരദേശത്തിന്റെ താഴ്ന്ന ഭാഗങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. റോഡുകൾ മുങ്ങിയതോടെ നിരവധി പേർ വീടുകളിൽ കുടുങ്ങി. JCB ഉപയോഗിച്ച് വെള്ളം തുറന്നുവിട്ട് പരിഹാരം കാണാനുള്ള ശ്രമം വിജയിച്ചില്ല. തിരമാലകൾ രാത്രിയിലും കരയിലേക്ക് വീശിക്കയറി. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടായ കള്ളക്കടൽ പ്രതിഭാസം എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. സാധാരണയായി മാർച്ച് അവസാനം മുതൽ മെയ് വരെ ഇടയ്ക്ക് കടലിന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടെങ്കിലും ഇത്ര കലുഷിതമാകില്ല എന്നാണ് വിലയിരുത്തൽ. കൊല്ലങ്കോട് മുതൽ അടിമലത്തുറ വരെ ജില്ലയുടെ തെക്കൻ പ്രദേശത്തെ കടൽക്ഷോഭം ഏറെ ബാധിച്ചു. പൊഴിയൂർ, പൂവാർ, EMS കോളനി, എരിക്കലുവിള, ചിരാത്തി, വിളാകം, കരിങ്കുളം, പള്ളം, പുല്ലുവിള, അടിമലത്തുറ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കടലാക്രമണം രൂക്ഷമായിരുന്നു. പൂവാർ, കരിങ്കുളം, കുളത്തൂർ, കോട്ടുകാൽ പഞ്ചായത്തുകളുടെ മേൽനോട്ടത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളുമായി അധികൃതർ സ്കൂളുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. വീടൊഴിഞ്ഞു പോകുന്നവർ ക്യാമ്പുകളിൽ എത്തണമെന്ന് അറിയിപ്പും നൽകി. കടൽ ശാന്തമാകുന്നതുവരെ ആരും കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുമുണ്ട്.